പോലീസിലേക്ക് കൂടുതൽ വനിതകളെ റിക്രൂട്ട് ചെയ്യാനും സേനയിൽ അവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകാനുമുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 144 വനിതാ പോലീസ് കോൺസ്റ്റബിൾമാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ തടയുക എന്നത് സർക്കാരിന് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ഈ ഉദ്ദേശത്തോടെയാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലം മുതൽ കൂടുതൽ വനിതകളെ സേനയിലേക്ക് റിക്രൂട്ട് ചെയ്തതും 2017 വനിതാ സായുധ ബറ്റാലിയന് രൂപം നൽകിയതും. അതിന്റെ ഭാഗമായുള്ള റിക്രൂട്ട്മെന്റിൽപ്പെട്ടതാണ് ഇപ്പോൾ പരിശീലനം പൂർത്തിയാക്കിയ ബാച്ചും. ആധുനിക കാലത്ത് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും ഇടപെടുന്നവരാണ് പോലീസുകാരെന്നും സേനാംഗങ്ങളെ ഇതിന് പ്രാപ്തരാക്കുന്നതിൽ 9 മാസത്തെ പരിശീലനത്തിന് വലിയ പ്രാധാന്യമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണെന്നും അതിനനുസൃതമായ അറിവ് സമ്പാദിക്കാൻ പുതിയ സേനാംഗങ്ങൾ ശ്രമിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം വെള്ളായണി സ്വദേശിനി പി.കെ. ഗീതുവായിരുന്നു പരേഡ് കമാൻഡർ. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിനി UV അനൂജ പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡറായി. പരിശീലന കാലയളവിൽ മികവ് തെളിയിച്ച വിവിധ ബറ്റാലിയനുകളിൽ നിന്നുള്ള റിക്രൂട്ട് സേനാംഗങ്ങൾക്ക് മുഖ്യമന്ത്രി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മികച്ച ഇൻഡോർ കേഡറ്റായി MR ശ്രുതിയും മികച്ച ഷൂട്ടറായി J ദൃശ്യയും തിരഞ്ഞെടുക്കപ്പെട്ടു. പരേഡ് കമാൻഡറായ P.K. ഗീതു മികച്ച ഔട്ട്ഡോർ കേഡറ്റ്, ഓൾറൗണ്ടർ എന്നീ പുരസ്കാരങ്ങൾ നേടി. മേനംകുളം ആസ്ഥാനമായുള്ള വനിതാ പോലീസ് ബറ്റാലിയനിലേക്ക് പരിശീലനം പൂർത്തിയാക്കി ഭാഗമാകുന്ന സേനാംഗങ്ങളിൽ ബിരുദാനന്തര ബിരുദധാരിയായ 40 പേരും ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദാനന്തര ബിരുദമുള്ള 2 പേരും ബിരുദധാരികളായ 78 പേരും ബിടെക് ബിരുദധാരികളായ 13 പേരും B.Ed ബിരുദധാരിയായ 7 പേരും +2 യോഗ്യതയുള്ള 3 പേരും ഡിപ്ലോമ യോഗ്യതയുള്ള ഒരാളുമാണ് ഉള്ളത്. സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്, ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP MR അജിത് കുമാർ, കേരള സായുധ വനിതാ പോലീസ് ബറ്റാലിയൻ കമാൻഡന്റ് ഇൻചാർജ് ഷഹൻ ഷാ, കേരള പോലീസ് അക്കാദമി ഡയറക്ടർ K. സേതുരാമൻ, മറ്റു മുതിർന്ന പോലീസ് ഓഫീസർമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇപ്പോൾ അതിനു പുറമെ ഡയറി സയൻസ്, ഫുഡ് ടെക്നോളജി കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനങ്ങളും ഇവിടെയുണ്ട്. ഇവർക്കെല്ലാം ഉപകാരപ്രദമാകും വിധമുള്ള ഓഡിറ്റോറിയമാണ് ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത്. ഈ പദ്ധതികൾ വെറ്ററിനറി കോളേജിൻ്റെ അടിസ്ഥാന സൗകര്യ രംഗത്തും അക്കാദമിക് രംഗത്തും മികവുറ്റ ചുവടുവയ്പായി മാറും. 2010 കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ